ഇന്നലകളിൽ യൂറോപ്പിൽ പത്രപരസ്യങ്ങൾ വന്നത് അങ്ങനെയാണ്. ഭർത്താവിന് 2 ആഴ്ചക്ക് വാടകയ്ക്ക് ആവശ്യമുണ്ട്. നമ്മൾ വാടക വീട് അന്വേഷിക്കണ പോലെ ഭർത്താവിന് വാടകയ്ക്ക് അന്വേഷിക്കുക, ഭാര്യയെ വാടകയ്ക്ക് അന്വേഷിക്കുക, ലിവിങ് ടുഗദറായി 1 മാസവും 2 മാസവും പോവുക. ഇത് യൂറോപ്പിന്റെ കാര്യമല്ല. കേരളത്തിന്റെ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ തലങ്ങാൻ വിലങ്ങാൻ നടക്കുന്ന പെൺകുട്ടികളോട് കേരളത്തിലെ മുഖ്യധാര ആഴ്ച പതിപ്പിലെ മാധ്യമ പ്രതിനിധികൾ ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങളുടെ കോളേജ് ജീവിതം, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ യൗവന കാലം? ഞങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. യൂറോപ്പിൽ ഉണ്ടായിരുന്ന അതേ വിവാഹം എന്ന കരാറില്ലാതെ എന്തുമാകാം, തോന്നിവാസമാകാം എന്ന ഡേറ്റിംഗ് സംവിധാനം നമ്മുടെ കൊച്ചു കേരളത്തിലും കുട്ടികൾ, ഇന്നത്തെ പുതിയ തലമുറ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് 6 മാസം ജീവിക്കും, എന്നിട്ട് വേണോന്ന് തീരുമാനിക്കും ഇവനെ കെട്ടണോ കെട്ടണ്ടയോന്ന്, ഇവളെ കെട്ടണോ കെട്ടണ്ടയോന്ന്. ഇതേ മാധ്യമ പ്രതിനിധികൾ ഈ മൈക്കുമായി നേരെ കേരളത്തിലെ അമ്മമാരുടെയും ഉമ്മമാരുടെയും അമ്മച്ചിമാരുടെയും മുന്നിൽ ചോദിച്ചു, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് പറയണേ? അപ്പൊ ഈ പറയണ അമ്മമാരും ഉമ്മമാരും അമ്മച്ചിമാരും പറയണേ, അവർ പുതിയ കാലത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും അങ്ങനെ കിട്ടാതെ പോയി, അവരടിച്ചു പൊളിച്ചോട്ടെ. എന്താ കോലം? എങ്ങോട്ടാണ് ഈ സമൂഹം പോവുക? അപ്പൊ നിലനിൽക്കുന്ന ധാർമ്മികതയെയും ദാമ്പത്യ ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും അടിവേരുകൾ ഇറക്കും ഈ വിവാഹം വേണ്ട എന്ന കൺസെപ്റ്റ്. വിവാഹം എന്നതൊരു ചങ്ങലക്കെട്ടായി ഇന്ന് ബോധപൂർവം ചില ആളുകൾ ഇന്ന് വളരുന്ന പെൺകുട്ടികളുടെ തലച്ചോറുകളിൽ കുത്തി നിറക്കുന്നുണ്ട്, പുരുഷന്മാരുടെയും. കാരണം ഒരു ബാധ്യതയും ഏറ്റെടുക്കണ്ട, ഒരു റിസ്കും ഇല്ല, എങ്ങനെയുമാവാം എന്തുമാവാം. അങ്ങനെയാകുമ്പോ എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നമ്മുടെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നോർത്ത് പാലത്തിന്റെ അടിയിൽ വെച്ച് ഒരു ചോര പൈതലിന്റെ ശരീരഭാഗങ്ങളിൽ പ്രധാന ഭാഗങ്ങളെല്ലാം നായ കടിച്ച് വികൃതമാക്കി കഷ്ണം കഷ്ണമായ ഒരു ചോര പൈതലിന്റെ ബോഡിയാണ് നമ്മുടെ പോലീസുകാർക്ക് കിട്ടിയത്. മാതാവും പിതാവും ആരെന്നറിയാതെ വലിച്ചെറിയപ്പെട്ട ഒരു കുഞ്ഞു ജന്മം. ഒടുവിൽ കേരള ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു, അമ്മ തൊട്ടിലുണ്ടാക്കാൻ. മാതാവും പിതാവും ആരെന്നറിയാതെ റെയിൽവേ സ്റ്റേഷനിലും KSRTC സ്റ്റാൻഡിലും അതേപോലെ ചപ്പുചവറകൾ വലിച്ചെറിയുന്ന കൂനയിലും വലിച്ചെറിയപ്പെടുന്ന കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഇന്നലകളിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വേറെ ചർച്ച. എന്തായിരുന്നാലും നമ്മുടെ കൊച്ചു കേരളത്തിൽ അമ്മ തൊട്ടിൽ കൊണ്ടുവരേണ്ടി വന്നു. എന്തേ? വിവാഹം വേണ്ട. മനുഷ്യന്റെ കേവലമായ ശാരീരിക തൃപ്തിക്ക് വേണ്ടി നമുക്ക് ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയെയോ അല്ലെങ്കിൽ പുരുഷനെയോ സ്ത്രീയെയോ വാടകയ്ക്ക് എടുക്കാം. അതല്ലെങ്കിൽ ലിവിങ് ടുഗദറായി വിവാഹം എന്ന കരാറില്ലാതെ 6 മാസമോ അല്ലെങ്കിൽ 8 മാസമോ ജീവിക്കാം. എന്നിട്ട് ഇഷ്ടം ഉണ്ടെങ്കിൽ തുടരാം, ഇല്ലെങ്കിൽ വലിച്ചെറിയാം. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ഈ ആശയം നിലനിർത്തുന്നത് എന്നാണ് കേരളത്തിലെ ഒരു മുഖ്യധാര ഭൗതിക പ്രസ്ഥാനത്തിന്റെ താത്വികാചാര്യൻ പച്ച മലയാളത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ആനുകാലികങ്ങളിലും ആ പ്രസ്ഥാനം മറക്കുന്ന ആനുകാലികങ്ങളിലും ഖണ്ഡശ ലേഖനങ്ങളായി പുറത്തിറക്കിയതും ഇത് തന്നെയാണ്, വിവാഹം വേണ്ട. അതുകൊണ്ട് ഇന്നൊരു പുതിയ ട്രെൻഡായി കൊണ്ടിരിക്കുകയാണ്. കുട്ടികളോട് പ്രായമായാൽ വിവാഹാലോചന നടത്തുന്ന വാപ്പാനോടും ഉമ്മാനോടും കുട്ടികൾ പറയണേ, എനിക്ക് കല്യാണമൊന്നും വേണ്ട, എനിക്ക് നന്നായി പഠിക്കണം, നല്ല ജോലി വാങ്ങിക്കണം, എന്നിട്ട് ഞാൻ ഒറ്റക്ക് ജീവിക്കും. എത്ര കാലം? അങ്ങനെ നമ്മുടെ പെൺകുട്ടികളെല്ലാം ഒരു തീരുമാനമെടുത്താൽ എന്താണ് അവസ്ഥ? ഇന്ത്യയിലെ കേരളത്തിലെ പെൺകുട്ടികൾ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ എങ്ങോട്ടാണ് ഈ നാട് പോവുക? ഏതൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുക? ഫെമിനിസം പറഞ്ഞതും ഇത് തന്നെയാണ്. ഫെമിനിസം പറഞ്ഞത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ വരുന്നത്, സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ലോകത്തോട് പറഞ്ഞു, അതെ, സ്ത്രീകൾ എന്തിനാണ് പ്രസവിക്കുന്നത്, നമുക്കിനി പ്രസവിക്കുക എന്നുള്ള പരിപാടി നിർത്താം. എത്ര റിസ്ക് ആണിത്? 10 മാസം ഗർഭം ചുമക്കണം, ഒരുപാട് ബുദ്ധിമുട്ടുകളും. അതുകൊണ്ട് ഇനി ഞങ്ങൾ പ്രസവിക്കില്ല. സ്ത്രീ സമൂഹമേ, നിങ്ങൾ പ്രസവിക്കരുത്. ഫെമിനിസത്തിന്റെ, റാഡിക്കൽ ഫെമിനിസത്തിന്റെ വാദമുഖം അതാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സ്ത്രീ സമൂഹം പോയാൽ, എന്തിനാണ് സ്ത്രീ സമൂഹം പ്രസവിക്കുന്നത്, ഞങ്ങൾ ആ പണിക്കില്ല എന്ന് തീരുമാനമെടുത്താൽ, എന്തിനാണ് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നത്, ഞങ്ങൾ ആ തീരുമാനത്തിന്റെ കൂടെയാണ്, ഞങ്ങൾ ഇനി വിവാഹം കഴിക്കാനില്ല, വിഹിതമായ നിയതമായ ദാമ്പത്യ ബന്ധങ്ങൾക്ക് ഞങ്ങൾക്കില്ല എന്ന് തീരുമാനമെടുത്താൽ, പിന്നെയും റാഡിക്കൽ ഫെമിനിസം ലോകത്തെ സ്ത്രീ സമൂഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുട്ടികൾക്ക് അമ്മിഞ്ഞ കൊടുക്കണം, പാല് കൊടുക്കണത്? നിങ്ങൾ കുട്ടികൾക്ക് പാല് കൊടുത്താൽ നിങ്ങളുടെ സൗന്ദര്യം ക്ഷയിച്ചു പോയും തകരും. അതുകൊണ്ട് സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഏർപ്പാടിന് നിങ്ങൾ നിൽക്കരുത്, നിങ്ങളുടെ കുട്ടികൾക്ക് പാല് കൊടുക്കരുത്. ചോര പൈതലുകൾക്ക് പാല് കൊടുക്കരുത് എന്ന് പറയുന്ന ഈ വികൃത റാഡിക്കൽ ഫെമിനിസത്തിന്റെ ചിന്തകൾ മാനവരാശി എവിടെ കൊണ്ടെത്തിക്കും? അതേസമയം ഇസ്ലാം പറയുക, എനിക്ക് പാല് വേണമെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാതെ വിശന്നൊട്ടിയ വയറുമായി വാവിട്ട് കരയുന്ന ചോരപ്പൈതലിന്റെ ആവശ്യത്തെ കണ്ടറിഞ്ഞു മനസ്സിലാക്കി റഹ്മാനും റഹീമുമായ പടച്ചിറപ്പ് പറഞ്ഞ വർത്തമാനമാണ്, അവന്റെ അവകാശമാണ് അമ്മിഞ്ഞപ്പാലി എന്ന്, അതവന് കൊടുക്കേണ്ടത് മാതാവിന്റെ ഉത്തരവാദിത്തമാണ് എന്ന്. അപ്പോ എല്ലാ അർത്ഥത്തിലുമുള്ള
ഒരു പരിധിയുമില്ലാത്ത, ഒരു ചങ്ങലക്കെട്ടുമില്ലാത്ത, ഒരു നിയമവുമില്ലാതെ എന്തുമാകാം എങ്ങനെയുമാകാം എന്ന തോന്നിവാസ ചിന്തകളുടെ പ്രതിഫലനം എന്നോണം ഉണ്ടായി വന്ന ഒന്നാണ് ഈ വിവാഹം വേണ്ട, ഞങ്ങൾ ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്കാലിൽ നിൽക്കും, അതാണ് ഞങ്ങളുടെ സംസ്കാരം, അതാണ് ഞങ്ങളുടെ ആശയം എന്ന് പറയുന്ന ഈ ചിന്തകളെല്ലാം എല്ലാ അർത്ഥത്തിലും മാനവരാശിയെ നാശത്തിലേക്കും അപകടത്തിലേക്കും എത്തിക്കുക. എന്നാൽ ഇസ്ലാം പറയുക, വ്യക്തി ജീവിതം വിശുദ്ധമാകണം, ദാമ്പത്യ ജീവിതം വിശുദ്ധമാകണം, കുടുംബജീവിതം ഭദ്രതയുള്ളതാകണം, സാമൂഹ്യ ക്രമത്തിനും ഭദ്രതയുണ്ടാകണം. ഇതിന്റെ അടിസ്ഥാന വേര് കുടുംബമാണ്, അഥവാ വിവാഹമാണ്, ദാമ്പത്യ ജീവിതമാണ്. അതുകൊണ്ടാണ് അത് അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. വിവാഹത്തെ ഇസ്ലാം പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ആ രംഗത്ത് വേണ്ട സകല നിയമങ്ങളും നിർദ്ദേശങ്ങളും സാരോപദേശങ്ങളും നൽകി അതിശക്തമായ കെട്ടുറപ്പുള്ള ദാമ്പത്യ ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ഭദ്രതയും ലോകത്തിന് പരിചയപ്പെടുത്തുന്നു എന്നത് ഇസ്ലാമിന്റെ മാത്രം സവിശേഷതയാണ്. ഇസ്ലാമിന് മാത്രമേ ആ രംഗത്ത് തികവുറ്റ വഴി കാണിക്കാൻ കഴിയൂ.